CAA കത്തുന്നു. പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിയമപരിശോധന തുടങ്ങി. സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇന്നലെയാണ് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത്. ഇതിനെ എങ്ങനെ മറികടക്കാമെന്ന ആലോചനയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉള്ളത്. നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ മുസ്ലിം ലീഗും തീരുമാനിച്ചിട്ടുണ്ട്. വിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കോടതിയിൽ ഹർജിയും നൽകും. അതേസമയം പൗരത്വ ഭേദഗതിക്കെതിരെ നിയമ പോരാട്ടത്തിന് ഡിവൈഎഫ്ഐയും തയ്യാറെടുക്കുകയാണ്. ഡിവൈഎഫ്ഐ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും നിയമ വിദഗ്ധരുമായി ചർച്ച ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം MP പറഞ്ഞു. പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ നിലവിൽ വന്നത് ഭരണഘടനാ തത്വങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പൗരത്വത്തിന് മതം മാനദണ്ഡമാകുന്നു എന്നതാണ് പ്രതിഷേധത്തിന് കാരണമെന്നും അത് മതേതരത്വത്തെ തകർക്കുമെന്നും വംശീയ റിപ്പബ്ലിക്കിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ യുദ്ധത്തിനൊപ്പം നിയമ പോരാട്ടത്തിലേക്ക് ഡിവൈഎഫ്ഐ കടക്കും. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ രാജ്യത്തിന് ആശ്വാസം നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സമരങ്ങൾക്ക് ഊർജം പകരുന്ന വാക്കുകളാണത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊള്ളുമോ എന്നും കോൺഗ്രസ് മൃദു വർഗീയ സമീപനം മാറ്റിവെച്ചുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. RSSനെതിരായ നിയമ പോരാട്ടത്തിൽ നിർഭയമായി മുന്നോട്ട് വരണമെന്നും എ റഹീം പറയുകയുണ്ടായി. ഇതിനിടെ സംസ്ഥാനത്ത് UDFും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമസ്തയും ഫ്രട്ടേണിറ്റിയും അടക്കമുള്ള സംഘടനകൾ പരസ്യ പ്രതിഷേധത്തിനും തീരുമാനമെടുത്തിരിക്കുകയാണ്.